പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. പാലക്കാട് ഇന്ന് കൊട്ടിക്കലാശത്തിൻ്റെ ദിവസം കൂടിയാണ്. പ്രതിഷേധയുടെ ഇപ്പോൾ ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് വലിയ പരാതിയുണ്ട്, പ്രതിഷേധമുണ്ട്. ഇതെല്ലാം വിഷയം മാറ്റുന്നതിന് വേണ്ടി ചെയ്യുന്ന CPM ഒരു പണിയും ചെയ്തില്ല. ഇവർ ഗ്രൂപ്പ് അടിക്കുമായിരുന്നു ഈ ജില്ലാ തലത്തിൽ. മന്ത്രിയുടെ ഗ്രൂപ്പും മറ്റേ വേറെ കൃഷ്ണദാസൻ്റെ ഗ്രൂപ്പൊക്കെ തമ്മിലടിക്കും. ഒരു പണിയും ചെയ്തില്ല. വോട്ടർ പട്ടികയിൽ പേര് ചേർത്തില്ല. അതിൻ്റെ വിഷമം മാറ്റാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് അവസാനം എടുക്കുമ്പോൾ ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഇത് ഈ വ്യാജ വോട്ടർമാരെ ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആരാ? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരെയാണ് ചുമതലപ്പെടുത്തിയത്? ഭരണകൂടത്തെയാണ് ചുമതലപ്പെടുത്തിയത് അല്ലേ? ആ ഭരണകൂടത്തിൻ്റെ ഫെയിലിയറാണ്. അതിന് BLOമാരുടെ മെക്കിട്ട് കയറാൻ കയറിയല്ല. പേടിപ്പിക്കല്ലേ? വെറുതെ വിഷയം മാറ്റാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പുതിയ ലിസ്റ്റ് ഉണ്ടാക്കുമെന്നാണ്. അതെങ്ങനെയാണ്? ഗോവിന്ദനാണ് ലിസ്റ്റ് ഉണ്ടാക്കണത്? AK സെൻറ്ററിലാണ് ലിസ്റ്റ് ഉണ്ടാക്കണത്? അങ്ങനെയൊന്നും പുതിയ ലിസ്റ്റൊന്നും ഒരാൾക്കും ഉണ്ടാക്കാൻ പറ്റില്ല. അവിടെ ഏതെങ്കിലും വോട്ട് വ്യാജ വോട്ടാണെന്നോ ഇരട്ട വോട്ടാണെന്നോ കണ്ടാൽ പോളിംഗ് ഏജൻറ്റിന് അത് ചലഞ്ച് ചെയ്യാം. അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റും. വോട്ട് ചെയ്യാതിരിക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും ജില്ലാ കളക്ടറോ ഡെപ്യൂട്ടി കളക്ടറോ ഇവിടെ ഒന്ന് കാണട്ടെ. ഞങ്ങൾക്കൊന്ന് കാണണമല്ലോ. ഏതെങ്കിലും വോട്ടർമാരുടെ ജനാധിപത്യപരമായ അവകാശം ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ നിഷേധിച്ചാൽ ഞങ്ങൾ അവൻ്റെ പുറകെ ഉണ്ടാവും, ഉദ്യോഗസ്ഥൻ്റെ പുറകെ ഉണ്ടാവും. പേടിപ്പിക്കാൻ വേണ്ടി വരണ്ട ഒരു ഉദ്യോഗസ്ഥനും. ഭരണം കയ്യിലുണ്ടെന്ന് കരുതി ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് വോട്ടർമാരെ ഭീഷണിപ്പെടുത്താം എന്ന് കരുതിയാൽ ആ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ ഒരുത്തനുണ്ടാവില്ല. അവൻ്റെ പുറകെ ഞങ്ങളെല്ലാവരും ഉണ്ടാവും. വൃത്തികേട് കാണിച്ചാൽ ഒരു ജില്ലാ സെക്രട്ടറിയും പറയുന്നത് അങ്ങനെയുള്ള ആരെങ്കിലും വന്നാൽ തടയും എന്നാണ്. തടയാനാണെങ്കിൽ അയാളെ ജാമ്യമില്ലാത്ത കേസെടുത്ത് അകത്താക്കണം. വോട്ടർമാരെ തടയുമെന്ന് ഒരു പാർട്ടി ജില്ലാ സെക്രട്ടറി പ്രഖ്യാപിച്ചാൽ അയാൾ ക്രിമിനലാണ്, അയാൾ ഗുണ്ടയാണ്. അയാൾ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്താൻ സമ്മതിക്കാത്ത ആളാണ്. ഈ പോലീസിനും ഈ ജില്ലാ കളക്ടർക്കും ഈ SP-ക്കും അയാളെ അറസ്റ്റ് ചെയ്ത് ജാമ്യമില്ലാത്ത കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാൻ ധൈര്യമുണ്ടോ? ഇത് പറഞ്ഞിട്ട് നടപടിയെടുക്കാത്ത കളക്ടർക്കെതിരായിട്ട് SP-ക്കെതിരായിട്ട് ഞങ്ങൾ നിയമ നടപടികളായിട്ട് പോകും. ഇന്ന് കൊട്ടിക്കലാശ ദിവസം കൂടിയാണ്. എങ്ങനെയാണ് ഞങ്ങളുടെ കണക്ക് 10,000-ലധികം വോട്ടിന് ജയിക്കുമെന്നാണ്. അത് 15,000-ഓ അതിൻ്റെ അപ്പുറത്തോ കിടന്നാൽ വിസ്മയമില്ല. നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് താഴെ നിന്നുള്ള ഫീഡ്ബാക്ക്. എൻ്റെ കണക്കല്ല, ഞങ്ങളെല്ലാം റിവ്യൂ ചെയ്ത് ഉണ്ടാക്കിയൊരു കണക്കാണ്. നല്ല അനുകൂലമായ പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഞങ്ങൾ BJP-യെ വലിയ വ്യത്യാസത്തിൽ പരാജയപ്പെടുത്തും. അതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആത്മവിശ്വാസം. എന്തായാലും വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ അത് CPM വോട്ട് ചേർക്കാത്തതുകൊണ്ട് അവർക്ക് അവസാനം വന്ന ഒരു പേടിയുടെ ഫലമായി ഉണ്ടായതെന്നാണ് അദ്ദേഹം പറയുന്നത്.